ദിവസവും നമ്മൾ കുറച്ച് സമയം കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമായ വിത്തും അതേപോലെ തന്നെ ഗ്രോ ബാഗും എല്ലാം നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുകയും നമ്മൾ കുറച്ച് മണ്ണും വളവും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി വിഷരഹിതമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്യുന്ന തക്കാളിയും അതേപോലെ തന്നെ ബീൻസും ഇഞ്ചിയും പച്ചമുളകും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. വീടിൻ്റെ മുകളിൽ മാത്രമല്ല, വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കീടനാശിനി തളിച്ച പച്ചക്കറി നമ്മൾ കഴിക്കാതെ ഇരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. കാരണം ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ് പരുത്തിയും അതേപോലെ തന്നെ വെണ്ടയും ഒരുമിച്ച് കൃഷി ചെയ്യുന്നത്. പരുത്തി വെള്ള കളറിലായിരിക്കുകയും വെണ്ടയ്ക്ക് ഓരോ ദിവസവും കീടനാശിനി അടിച്ചടിച്ച് വെള്ള കളറിലായിട്ടിരിക്കുക. അപ്പോൾ രണ്ടും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത്രയും മാരകമായ വിഷം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാതെ നമുക്ക് ആവശ്യമായ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ കുറച്ച് ഗ്രോ ബാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്ത് കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്താൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അതിനകത്ത് യാതൊരു കീടനാശിനികളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കീടനാശിനികളും വിഷവും ഉപയോഗിക്കാത്ത പച്ചക്കറി നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്.